അനീഷ്, രാഹുൽ ചേട്ടാ എന്തോ ചൂണ്ടയൊക്കെ ഇട്ട് ഇപ്പുണ്ടല്ലോ, എന്താ പരിപാടി? ഇന്ന് രാവിലെ വന്നാണ്, അടിച്ചു പൊളിക്കാണ്. കോട്ടയം കുറിച്ചിയിലെ അഞ്ചിലശ്ശേരി എന്ന് പറയുന്ന ഒരു കിഡ് സ്പോട്ടാണ്. ഇവിടെ ഞാൻ മാത്രമല്ല, നമ്മുടെ MD രമേശ് സാറുണ്ട്, പിന്നെ ജയശങ്കർ, നമ്മുടെ ട്രിവാൻഡ്രം റിപ്പോർട്ടർ അതിന്റെ മുകളിൽ നിൽപ്പുണ്ട്. എന്താണ് പരിപാടി? ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് കേട്ടോ, പറയാതെ വയ്യ. നമ്മളൊരു 1 ഡേ ട്രിപ്പ് ഒക്കെ ഫാമിലി ആയിട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം. ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും, അതായത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ആമ്പലാവുന്നേ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. ഒരാൾ അവിടെ പോയി, ഒരാൾ അവിടെ നിൽപ്പുണ്ട്, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. എന്താണ് ശ്യാം ചേട്ടാ, വല്ലതും ഉണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടുത്തെ ഫുഡാണ് ഹൈലൈറ്റ്. ചെമ്മീൻ പൊള്ളിച്ചതും കൊഞ്ച് റോസ്റ്റും ചെമ്മീൻ റോസ്റ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ഇവിടെ അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടിയാണ് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ഉണ്ട്, കിച്ചൺ ഉണ്ട്, അവിടെ എല്ലാവരും റെഡിയാണ്, നമുക്ക് കാണാം അവരെ. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനെ നമ്മുടെ ഫോക്കസ് ഫാമിലി ഇന്ന് ഒരു ദിവസത്തേക്ക് ഒരു സ്ഥലത്ത്, ഒരു അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു കൊച്ചു മിനി റിസോർട്ട് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന, അച്ഛനും അമ്മയും മക്കളും പേരക്കുട്ടികളും ഒക്കെ ഒരുമിച്ച് നടത്തുന്ന ഒരു റിസോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1ഉം 2ഉം പേർക്കല്ല, ഏകദേശം 20 പേർക്ക് കുറഞ്ഞ ചെലവിൽ വളരെ മനോഹരമായി ആസ്വദിച്ച് ഉല്ലസിച്ച് അങ്ങ് നമുക്ക് വീട്ടിലേക്ക് പോവാം. രാഹുൽ ബ്രോ, ഈ സായം സന്ധ്യയിലല്ലേ അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ലാത്തൊരു വൈബും കാര്യങ്ങളും. ഇത് ഒന്നും പറയാനില്ല. ഇത് നമ്മൾ മാത്രമല്ല, ഫോക്കസിന്റെ ഫുൾ ടീം, അതായത് ട്രിവാൻഡ്രം, കോട്ടയം, കൊച്ചി എല്ലാ ബ്യൂറോയിലെ മുഴുവൻ ആളുകളും ഇവിടെ അടിച്ച് പൊളിക്കുന്നുണ്ട്. നമ്മൾ സത്യത്തിൽ ഇവിടെ ഒരു റിസോർട്ടിൽ ഒരു ദിവസത്തേക്ക് ഒന്ന് ടൂറിന് വന്നതാണ്. നേരെ വൈകിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഒന്ന് എടുത്ത് കൊടുക്കാം എന്നല്ലേ. അത്രയ്ക്ക് മനോഹരം അല്ലേ. അതെ, അത് മാത്രമല്ല ബോട്ടിംഗ് യാത്ര അത് സൂപ്പർ അല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് എന്ത് നല്ല അടിപൊളി ഫുഡാണ്. കപ്പ, കരിമീനുണ്ട്, എല്ലാം ഉണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ അമരക്കാരെ പരിചയപ്പെടുത്താതിരിക്കുന്നത് ശരിയല്ല. അടുക്കളയിലാണ്, തിരക്കിലാണ്. വാ. ഫൈൻ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ട്രീറ്റ് എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി, സൂപ്പർ, അടിപൊളി. ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ, എന്തൊക്കെയാണ് നിങ്ങൾ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞങ്ങളുടെ അഭിപ്രായം, നമ്മൾ ഈ അഞ്ചിലശ്ശേരി, പ്രത്യേകിച്ച് കോട്ടയം അഞ്ചിലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ ഒരുപാട് അപ്പുറം അല്ലേ മാറില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ ഒത്തിരി അപ്പുറമാണ്. കാര്യം ഇവിടെ വരുവാണെങ്കിൽ ബോട്ടിംഗ് ഉണ്ട്, മറ്റേ എന്താണ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം, അത്തരം ഫുഡാണ് ഇവിടെ. അത് ഫ്രഷ്. ഈ കായലിൽ നിന്ന്, ഈ കുട്ടനാട്ടിലെ നമ്മുടെ ഇവിടുത്തെ വലയിടാൻ പോകുന്നവരെ ഇന്ന് രാവിലെ നമ്മുടെ പത്തിക്കടവ് മാർക്കറ്റിൽ പോയി ജീവനുള്ള മീനുകൾ വാങ്ങിയിട്ട് വന്ന് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കണ്ടു. നമ്മുടെ ബ്രദറാണ് അതിന്റെ ചീഫായിട്ടുള്ള കുക്കിങ്ങിന്റെ മെയിൻ ആള്, ബ്രദറാണ്. ഇത് എത്ര നാളായി ഈ ഒരു സെറ്റപ്പ് ഇവിടെ തുടങ്ങിയിട്ട്? എത്ര നാളായി? ഇത് നമ്മളൊരു 5 മാസമായിക്കാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ജനുവരിയിലാണ്, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ 5 മാസം ആയുള്ളെങ്കിലും എല്ലാ ദിവസവും തിരക്കാണ്. കാര്യം ഞങ്ങൾ ഒരു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഡേറ്റിന് വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഇന്നാണ് കിട്ടുന്നത്. അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒരു ഫാമിലി ഒരു 10 പേരിൽ ഒരു 15 പേര് 20-25 പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഗസ്റ്റ് നമ്മൾ എടുക്കില്ല. നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ഗസ്റ്റിനെ അവർ ഫുൾ സാറ്റിസ്ഫൈ ആയിട്ട് ഒരു ഡേ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതായത് പ്രൈവസി എന്ന് പറയുന്ന സാധനമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അതായത് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കിട്ടാത്ത ഒരു കാര്യം, നാട്ടിൽ ഞാൻ എക്സ്പീരിയൻസ് ഉള്ള കാര്യം, നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ പ്രൈവസിയാണ്. ഓക്കെ, നമ്മളവിടെ പോയാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എൻജോയ് ചെയ്യാം. അവിടെ നമ്മളെ ആരും നമ്മുടെ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ ആരും വരില്ല. അതേ ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ ഒരു വെളിയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവും, അതിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം, വെളിയിൽ പോയിരിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 20 പേര് വന്നില്ല, 15 പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ, ഈ നേരം വരെ ലൈറ്റ് പോയി രാത്രി വരെ അവരുടെ ഇഷ്ടം. അതായത് നമുക്ക് 2 റൂമുണ്ട്, ആ റൂമിന് മാത്രം അവർ അഡീഷണൽ, അതായത് AC റൂമിന് 2500, കൂളർ വെച്ച ഒരു റൂമുണ്ട് ഹട്ട്, അത് വന്നിട്ട് 2000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ അമ്യൂണിറ്റീസും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഷിക്കാര ബോട്ടിംഗ് ഉണ്ട്, മണിക്കൂറിന് 1000 രൂപ വെച്ചാണ്. അതായത് ഒരു 15 അഡൽറ്റും പിന്നെ ഒരു 3-4 കുട്ടികളും, അങ്ങനെ ഒരു 10-18 പേര് വരെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഷിക്കാര ബോട്ടുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് അഞ്ചശ്ശേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പാതിരാമണയിൽ പോയി കറങ്ങി തിരിച്ച് ഇവിടെ വരുന്ന ഒരു ക്രൂസാണ്. അത് ഒരു 5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ 15 പേർക്ക് 5000 രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. സോ അതിന് ശേഷം അവർക്ക് അതിൻ്റെ പുറത്ത് എന്തൊക്കെ ഫുഡ് വേണോ അവരുടെ ചോയ്സാണ്. ഇദ്ദേഹത്തെ ഒഴിച്ചാൽ ബാക്കി ഈ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഇതിന്റെ ഭാഗമാണ്. അകത്തേക്ക് നോക്കിയാൽ കാണാം ഇദ്ദേഹത്തിന്റെ എല്ലാ തലമുറയും ഉണ്ട് അവിടെ. അടിപൊളിയായിരുന്നു കേട്ടോ, ഫിഷും എല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
കുറച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്നുള്ള ഐറ്റങ്ങൾ എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ദിവസം കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള എന്ത് ഐറ്റം ഉണ്ടോ അത് എടുത്തുകൊണ്ട് വരിക, നമ്മൾ തന്നെ ഉണ്ടാക്കുക. അതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്ത് ഫിഷുകളൊന്നും ഉപയോഗിക്കത്തില്ല. അത് നമുക്ക് ലൈവായിട്ട് കിട്ടുന്ന ഫിഷുകൾ എന്താണോ ലൈവ് ഐറ്റങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 5-10 വർഷത്തോളമായിട്ട് നമുക്ക് ഹോട്ടലുണ്ടായിരുന്നു നിലവിൽ. അപ്പം ആ ഫീൽഡിൽ നിന്നൊക്കെ പുറകോട്ട് പോയതാണ്. വീണ്ടും നമ്മൾ പുതിയൊരു സംരംഭമായിട്ട് വീണ്ടും ഇവിടെ ഒരു ഫോർമാലിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീട്ടിൽ വന്ന് ഒരു വിരുന്ന് വന്ന് പോകുന്ന ആ ഒരു ഫീലായിരിക്കും. എല്ലാ കാര്യത്തിനും എല്ലാവരുടെ കൂട്ടത്തിലും നമ്മളുണ്ടായിരിക്കും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തില് അന്യം നിന്ന് പോകുന്നൊരു സംവിധാനമാണ് ഈ കുടുംബവും കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു റിസോർട്ടിൽ പോകുമ്പോൾ കാണുന്ന എല്ലാം കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അല്ലേ, ഭയങ്കര അങ്ങനെ. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം നൽകിയത് ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരോ വിരുന്ന് വന്നതുപോലെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങളാണ് ഞങ്ങൾക്ക് പാകം ചെയ്ത് തരുന്നത്. അങ്ങനെയുള്ളൊരു സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഐഡിയ തോന്നിയത് തന്നെയാണ്. അത് ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പാഷൻ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു പാഷനോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. സോ അതാണ് നമുക്കിവിടെ തോന്നിയത്. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ നമുക്ക് ഹോട്ടൽ കണ്ടു വളർന്നതാണ്, ആൾക്കാരുമായിട്ട് ഇടപഴകി വളർന്നതാണ്. നമ്മളിപ്പോൾ ഞാൻ വെളിയിൽ വർക്ക് ചെയ്തിട്ട് വന്നത്, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ വന്നിട്ട് ഈ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കിന് എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിനക്ക് തലക്കോളാണോ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി ഉണ്ട് ഒരാൾ തിരിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ പൈതൃകവും നമ്മുടെ വൈവിധ്യങ്ങളും വേറൊരു രാജ്യത്തും ഉണ്ടാവില്ല. സോ നമ്മുടെ നാട്ടിലെ റിസോഴ്സുകളെ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു, അഞ്ചലശ്ശേരി എന്ന് പറയുന്ന ഒരു ലൊക്കേഷനെ എങ്ങനെ ഒരു ടൂറിസത്തിൻ്റെ ആലപ്പുഴ ഇല്ല കുമരകം പോലെ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടുത്താൻ പറ്റുമെന്നുള്ള ഒരു ചെറിയ ഒരു ട്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. അതിന് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ നാട്ടുകാരും എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ അനുഭവിച്ചിറങ്ങിയ മനസ്സുകൊണ്ടുള്ളൊരു പിന്തുണയാണ്. ഞങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്തത് അത് എത്ര പേർക്ക് വേണമെങ്കിലും ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ. ഫോക്കസ് ന്യൂസ് ടിവിയുടെ MD രമേശ് കുമാറും അദ്ദേഹത്തിന്റെ വൈഫും ഉണ്ട്. അവർ ഇവിടെ വന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാർ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എൻജോയ്മെന്റ്. കാരണം വളരെ നല്ലൊരു ഹോംലി ഫുഡ്, ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ എന്ന് വേണം, അന്തരീക്ഷം എന്ന് വേണം നമുക്ക് പറയാം. നല്ല രീതിയിൽ അവരുടെ വീട്ടുകാർ തന്നെ നമ്മളെല്ലാവരും സ്വീകരിച്ച് വളരെ റീസണബിൾ ആയിട്ട് നമുക്ക് ഫുഡ്, നമുക്കിവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. നല്ല ടൂറിസം പോലെ നമുക്കിവിടെ വന്ന് രാവിലെ സാധാരണ ഒരു 10-20 പേരുള്ള ഫാമിലി വന്നാൽ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാം. ഞാനിപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. വളരെ നമുക്ക് കോട്ടയത്തിനാണേലും ചങ്ങനാശ്ശേരിക്കാണേലും വളരെ അടുത്തുനിന്ന് വന്ന് ഇവരെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ 2-3 പ്രസ്ഥാനങ്ങളുമായിട്ട് വന്ന് ഇവിടെ വന്നിട്ട് വളരെ ഒരു നല്ലൊരു ട്രീറ്റ് ആണ് അവർ തരുന്നത്. നല്ല ഫുഡ്, അതാണ് അവരുടെ വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നല്ല അതിനുള്ള എല്ലാ ഡീലിങ്ങുകളും കാര്യങ്ങളും എല്ലാം വളരെ നല്ലത്. എനിക്ക് തോന്നുന്നു ആർക്കും ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ അഞ്ചലശ്ശേരി. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് അത് വളരെ റീസണബിളായിട്ട് വളരെ നന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്താണ് ഫുഡിനെ പറ്റി പറയാം? വളരെ നല്ല ഫുഡ്. കിഷോർ ആണെങ്കിലും അച്ഛൻ, അമ്മ, അനിയൻ്റെ അവരെല്ലാവരും നല്ല ഫുഡ്, നമുക്കൊന്നും പറയാനില്ല. നല്ല ഫുഡ്. തീർച്ചയായിട്ടും സർവീസും ഫുഡും ഒക്കെ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അത്രയ്ക്ക് നല്ലതാണ്. അവരുടെ പെരുമാറ്റങ്ങളാണെങ്കിലും നമ്മളോട് ഇടപെടലെല്ലാം നല്ല സൂപ്പറായിട്ട്. ഇതാണ് ഞങ്ങളുടെ MDയുടെ വൈഫ്. കാരണം ഫോക്കസ് സത്യം പറഞ്ഞാൽ ഇത് പൊക്കി പറയുന്നതൊന്നുമില്ല, നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ചാനലിനെ പോലെ അല്ലേ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ആരാണ് ഇത് നയിക്കുന്നത്, പിന്നിൽ നിൽക്കുന്ന ആരാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളടുത്തും ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണ്, ഇത് ആരുടെയാണ് ഈ സ്ഥാപനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വ്യക്തി. രമേഷ് കുമാർ എന്നാണ് പേര്. ഇദ്ദേഹം നമീബിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ട്രേഡ് കമ്മീഷണർ കൂടിയാണ്. ഇന്ത്യ നമീബിയയുടെ ട്രേഡ് കമ്മീഷണർ കൂടിയാണ് സാർ. സത്യം. കാരണം അത്രയും നല്ലൊരു വ്യക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു കലർപ്പും ഇല്ലാതെ വാർത്തകൾ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരു ന്യൂസിലും ഇടപെടാറില്ല സാറ്. ഒരു തരത്തിലും നമുക്കൊരു പ്രഷർ മറ്റു മാധ്യമ സ്ഥാപനങ്ങളിൽ ഉള്ളതുപോലെ നമുക്ക് ഉണ്ടാകാറില്ല. അല്ലേ? അത് പറയേണ്ട കാര്യം. തീർച്ചയായും അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വളരെ സന്തോഷം നിങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയൊക്കെ വന്ന് ഷൂട്ട് ചെയ്ത് കൊണ്ടുപോയി മറ്റുള്ളവരെ കണ്ട് അറിഞ്ഞു ആൾക്കാർ കൂടുതൽ വരാനും. ഞങ്ങൾക്ക് ഓരോ തവണ ഇങ്ങനെ വിരുന്നുകാർ വന്ന് പോകുമ്പോൾ എന്ത് തോന്നും? ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം മെനക്കെട്ടാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്ഥിരം ഞങ്ങൾക്ക് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ രാഹുൽ ഇവിടെ? തീർച്ചയായും നമുക്ക് ഇപ്പൊ നമ്മുടെ ശ്യാമചേട്ടൻ പറഞ്ഞ പോലെ ജയശങ്കർ ഒക്കെ ഒന്ന് വരാം. അങ്ങ് കയറി വന്ന്
ശ്യാമചേട്ടൻ ഒറ്റ കാര്യം പറയണം, എന്താണ് പറഞ്ഞത്? ഇപ്പൊ നാടൻ വിഭവങ്ങളാണ്. കപ്പ, കരിമീന്, നമുക്ക് ആഗ്രഹിക്കുന്ന ചെമ്മീന്, ബീഫ് റോസ്റ്റ് എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയല്ലേ? അടിച്ചു കയറി വാ. ഇപ്പോഴത്തെ ഡയലോഗ്, ട്രെൻഡിങ് ആയ ഡയലോഗ്. എല്ലാവരും നമുക്കത് ഒരുമിച്ചെന്ന് പറഞ്ഞാലോ. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല സ്ഥലം. നമ്മൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് പേര് അറിഞ്ഞു കേട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ അവരോടെല്ലാം നമുക്ക് ഒരുമിച്ചെന്ന് പറഞ്ഞാലോ. നല്ലൊരു മിമിക്രി കലാകാരൻ കൂടിയാണ്. അടിച്ചു കയറി വാ, അടിച്ചു കയറി വാ മക്കളെ. ഇവിടെ പിന്നെ എടുത്തു തരേണ്ട പേര് ഇവിടെ ആമ്പൽ വസന്തത്തിന്റെ ഒരു സ്ഥലം കൂടിയാണ്. അപ്പം അടുത്തൊരു അതായത് നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്കിന് മലരിക്കലാണ് ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ആമ്പൽ വസന്തത്തിന്റെ ഇത് നിൽക്കുന്നത്. ഇതിപ്പോ നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്ന് അതായത് കുറിച്ചി പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് അഞ്ചലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അതിലായത് MC റോഡിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ഉള്ളൂ. അവിടുന്ന് ഔട്ട് പോസ്റ്റിൽ നിന്ന് പടിഞ്ഞാട്ട് 3.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേസ് എത്തുകയാണ്. ഈ അഞ്ചലശ്ശേരിയിൽ തൊട്ട് ഇവിടം തൊട്ട് കായൽ തുടങ്ങുകയാണ്. അതായത് കൊടൂർ ആറ് ഇവിടുന്ന് തുടങ്ങി വേമ്പനാട്ട് കായൽ ചെന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ 10,000-കണക്കിന് ഏക്കർ പാടങ്ങളാണ് കിടക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആമ്പൽ വസന്തം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാം. ആൾക്കാരൊക്കെ നേരെ വണ്ടിയിൽ വന്ന് ഇവിടെയോ ഈ പോകുന്ന വഴികൾക്ക് മുഴുവൻ ആമ്പൽ വസന്തമാണ്. അപ്പം അടുത്തൊരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമ്പൽ വസന്തം കൂടെ മറ്റുള്ളവർക്ക് ആസ്വദിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ ഞങ്ങൾ ഉടനെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു കയാക്കും കാര്യങ്ങളും വള്ളങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സേഫായിട്ട് റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് അടുത്തത്. എന്തായാലും കരുത്തനായ ഒരു യുവ സംരംഭകൻ തന്നെ പറയാം. ഓസ്ട്രേലിയയിലെ ജോലിയൊക്കെ കളഞ്ഞ് നമ്മുടെ നാട്ടിലെ പൈതൃകം വളർത്താൻ. അതെ, അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും അവിടെ ഒതുങ്ങിക്കൂടുന്നു. ഇപ്പം ഒരുപാട് പേര് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിലായി നമ്മുടെ സർക്കാരും ഒക്കെ ആയിട്ട് ചേർന്ന് അവിടെ ലക്ഷങ്ങൾ സാലറി മേടിച്ചുകൊണ്ടിരുന്ന ആള് അത് കളഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് നാടിന് വേണ്ടി ഒരു പുതിയൊരു സംരംഭം കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഇത് വികസിപ്പിക്കുന്നതിനൊപ്പം തന്നെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുക. അതൊരു വലിയൊരു വിഷനായിട്ടാണ് പുള്ളി നമ്മളോട് പറയുന്നത്. അത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പാട്ട് അങ്ങ് കാച്ചിയാലോ ശ്യാം ചേട്ടാ? പാട്ടിപ്പം പറ്റും. ഈ ഒരു രാത്രിയുടെ വൈബിൽ എന്ത് തോന്നാതെന്ന് പറഞ്ഞു. നമുക്ക് എന്റർടൈൻമെന്റ് വേണ്ടി നമുക്ക് ബോട്ടിലേക്ക് വേണം പോ. ഇപ്പോഴല്ല, നമുക്ക് നേരത്തെ അത്ര ഇതാണല്ലോ. ഒരു അരമണിക്കൂർ മുമ്പേ ഞങ്ങൾ വേണമെങ്കിൽ പുറപ്പെടാം. അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഒരു സ്പോട്ടാണ്. ഇവിടേക്ക് എത്തണമെങ്കിൽ ദി ലേക്സ് എന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെ ദി ലേക്സ് അഞ്ചലശ്ശേരി എന്ന് സെർച്ച് ചെയ്യുക. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ എടുക്കാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് നേരിട്ട് ഇവിടേക്ക് വരാം. ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട്.